അവരുടെ അവസാനം നാശം. ആരുടെ അവസാനമാണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം ലേഖനം എഴുതിയിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്കാണ്, ആരോ നാശത്തിലേക്ക് പോകുന്നവരുണ്ട് എന്ന്. അതാരാണ്, എന്താണ് എന്നറിയണമെങ്കിൽ നമുക്ക് പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിച്ചാലേ മതിയാകത്തുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് അതിൻ്റെ അവസാന ഭാഗത്ത് പരാമർശിക്കുന്ന ചില വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പൗലോസ് പറയുമ്പോൾ ഈ ആരുടെ അവസാനമാണ് നാശമെന്ന് പൗലോസ് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇന്നത്തെ അപ്പോസ്തലന്മാർ പലപ്പോഴും ഈ നശിക്കാൻ പോകുന്നവരാരാണ് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും ഈ സുവിശേഷത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വേദപുസ്തകത്തെ വിശ്വസിക്കാത്ത, ബൈബിൾ വിശ്വസിക്കാത്ത, ബൈബിളിനെതിരായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സുവിശേഷ വിരോധികളായിരിക്കുന്ന ആളുകളെയൊക്കെയാണ് ഈ ശത്രുക്കളായിട്ട് പലപ്പോഴും കാണുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഈ 3-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കുറച്ച് ആകാത്ത വേലക്കാരി മാർഗത്തിലുണ്ട്, അവർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മളാണ് വാസ്തവത്തിൽ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന, യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്ന, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്ന നമ്മൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ്, നമ്മളാണ് പരിച്ഛേദനക്കാർ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹം ഈ പറയുന്ന വാക്യം, അവരുടെ അവസാന നാശം ആരുടെയാണെന്ന് വ്യക്തമാക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? അവിടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. താഴോട്ട് വീണ്ടും വിശദീകരിക്കുമ്പോൾ, അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇവിടെയാണ് വിഷയം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വരുന്ന വിഷയം, ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന അവരുടെ ദൈവം വയറെന്നൊക്കെ പറയുമ്പം ഈ ശരീരത്തിനു വേണ്ടി ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി പ്രവചിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകരെയാണ് പൗലോസ് പറയുന്നത്, ആകാത്ത വേലക്കാർ. അതിൻ്റെ മേളിൽ പറയുന്നുണ്ട്, ഞങ്ങളോട് സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ എന്നിട്ട് പറഞ്ഞ്, ഞങ്ങളെ കണ്ട് ഞങ്ങളെ അനുകരിക്കുന്ന മറ്റ് ശുശ്രൂഷകരുണ്ട്, അവരെ നിങ്ങൾക്ക് കുറിക്കൊള്ളാം, പക്ഷേ ആകാത്ത വേലക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണോ ജീവിച്ചത്, പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണോ മാതൃക കാണിച്ചു തന്നത്, അങ്ങനെ തന്നെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന മറ്റു ശുശ്രൂഷകന്മാരുണ്ട്, അവരെ നിങ്ങൾ കൈക്കൊള്ളണം. മറ്റൊരിടത്ത് പൗലോസ് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങൾക്ക് മാതൃകയാകേണ്ടതിന് ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് വേല ചെയ്യുന്നു. അദ്ദേഹം പണി ചെയ്യുന്നതിനോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹം ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്നു. തൻ്റെ കൂടെയുള്ളവർക്കും തനിക്കും ഉണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളെയൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടതിന് അദ്ദേഹം പണിയെടുത്ത് ജീവിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്ന പ്രയോഗം ഇങ്ങനെയാണ്, ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു മാതൃകയാകേണ്ടതിനായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇവിടെയും പൗലോസ് പറയുന്നത്, ഞങ്ങളെ മാതൃകയാക്കുന്ന ശുശ്രൂഷകരെയും നിങ്ങൾ കുറിക്കൊള്ളണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷാ പ്രവർത്തനങ്ങളെ മാതൃകയാക്കാതെ പോകുന്നവരെ സൂക്ഷിക്കുക. അവരിൽ തന്നെ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്ന ആളുകളെ സൂക്ഷിക്കുക. ഞാനിത് ചിന്തിക്കുമ്പോൾ ഇന്ന് കേൾക്കുന്ന യൂട്യൂബ് മെസ്സേജുകൾ നിങ്ങൾ മിക്കവാറും ഒക്കെ എടുത്ത് പരിശോധിച്ചു. യൂട്യൂബ് വിട്ടേര് മിക്കവാറും പെന്തക്കോസ്ത് കൂട്ടായ്മകൾ പരിശോധിച്ചു കൊള്ളുക, മിക്കവാറും കൺവെൻഷൻ വേദികൾ പരിശോധിക്കുക. ഇവിടെയൊക്കെ ഈ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടത്തെ കാണാൻ പറ്റും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവാചകനെ, അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അത് പങ്കെടുത്തു മടങ്ങി വരുന്ന ആൾക്ക് ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും അതിന് തക്കവണ്ണം മനസ്സൊരുക്കുകയും ചെയ്യണം എന്ന തീരുമാനവും എടുത്ത് ഇറങ്ങി വരുന്ന വിശ്വാസികൾ ഉള്ള ഏതെങ്കിലും ഒരു കൂട്ടായ്മ, പ്രവാചകന്മാരാൽ നടത്തപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രവാചകന്മാരാൽ നടത്തപ്പെടുന്ന കൂട്ടായ്മ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ദൃഷ്ടിയിലൊന്നുമില്ല. ഞാൻ കാണുന്ന പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന പ്രൊഫറ്റുകൾ എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് കേട്ടോ, സ്വയം പ്രൊഫറ്റ് എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാലേ അവർക്കൊരു ഗുമ്മുള്ളൂ, മലയാളത്തിൽ പറയാൻ പോലും അവർക്ക് താല്പര്യമില്ല. പോട്ടെ, എങ്ങനെയും ആകട്ടെ, മലയാളത്തിലാകട്ടെ ഇംഗ്ലീഷിലാകട്ടെ, പ്രവാചകന്മാരെന്ന് പറയുന്നവരുടെ പ്രവചനങ്ങൾ സസൂക്ഷ്മം കേൾക്കുന്നിടത്തെല്ലാം ആ കേൾവിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ബന്ധന വഴിയും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, എൻ്റെ മോടെ വിസ റെഡിയാകും, മോൻ്റെ വിസ റെഡിയാകും, രോഗം മാറും, നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കാൻ പോകുന്നു, എല്ലാം ഭൂമിയിലുള്ള വിഷയങ്ങളാണ്. ഈ ഭൂമിയിലുള്ള ഒരു കൂട്ടം സ്വപ്നങ്ങളുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെയല്ലേ ഇവിടെ ക്രൂശിൻ്റെ ശത്രുക്കളെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഉപദേശിമാരെ എടുത്ത് നോക്കൂ.
ഉപദേശിമാരെന്ന് അവകാശപ്പെടുന്നവരാ കുറേയൊക്കെ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഞാൻ അത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ശരിക്കും ഉയരത്തിലുള്ളത് ചിന്തിപ്പിക്കുന്ന, ഉയരത്തിലുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറയുന്ന, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുന്ന, അത് കൃത്യമായി പഠിപ്പിക്കുന്ന, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരൊക്കെ അരിഷ്ട മനുഷ്യരാണെന്ന് വ്യക്തമായി ശക്തമായും പഠിപ്പിക്കുന്ന, അതെ, ആ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് ഇറങ്ങി വരുന്നവന് ഈ ഭൂമിയിലെ വിഷയങ്ങളൊരു വിഷയമേ അല്ല. ഉയരത്തിലുള്ളതിനു വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാകുന്ന ഒരു കൂട്ടം ഇറങ്ങി വരുന്ന അത്തരത്തിലുള്ള കൂട്ടായ്മകൾ കേരളത്തിൽ അവിടെ അവിടങ്ങളിലുണ്ട്. എനിക്കറിയാം, പല ദൈവാസന്മാരെ അറിയാം, കൃത്യമായി അവർ പറയാറുണ്ട്. എന്നാൽ കേരളത്തിലെ ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുടെ നിരകളെടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷകന്മാർ 10,000-ൽ ഒരു 2-3 കാണത്തുള്ളൂ. ബാക്കി ഭൂരിപക്ഷവും ആളുകളും അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്ക്, അവർ ഭൂമിയിലുള്ളതാണ് സംസാരിക്കുന്നത്. അവർ ബന്ധനമഴിക്കുന്നു, ആരാധിപ്പിക്കുന്നു, ആരാധിക്കാൻ ജനത്തോട് ആവശ്യപ്പെടുന്നു, ആരാധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് അവർ വർണ്ണിക്കുന്നു. ആ ഗുണങ്ങളെല്ലാം ഭൂമിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഭൂമിയിലുള്ള പ്രശ്നങ്ങൾക്ക് അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ, ക്രൈസ്തവ ലോകത്തിൽ, വിശേഷിച്ച് പെന്തക്കോസ്ത് മാർഗത്തിൽ ഉപദേശിമാരുടെ ഗണമെടുത്താൽ അതിൽ വളരെ ചുരുക്കം ചിലരൊഴിച്ച് ബാക്കി ഭൂരിപക്ഷ ഉപദേശിമാരും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്കവാറും അല്ല പൂർണ്ണമായും എല്ലാ പ്രവാചകന്മാരെയും എടുത്തു നോക്കിയാൽ പൗലോസിൻ്റെ ഭാഷ്യമനുസരിച്ച് ഇവരാണ് ശരിക്കും ക്രൂശിൻ്റെ ശത്രുക്കൾ. ഇന്ന് ചില പ്രവാചകന്മാരൊക്കെ പറഞ്ഞ് ഏതോ ഒരു സിനിമ സംവിധാനം ചെയ്തവനും അതിൻ്റെ കഥ എഴുതിയവനും അതിൽ അഭിനയിച്ചവരൊക്കെ ക്രൂശിൻ്റെ ശത്രുക്കളെന്ന്. അല്ല, ആ സംസാരിക്കുന്നവരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ. വളരെ വ്യക്തമായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്രൂശിൻ്റെ ശത്രുക്കളെന്ന് പറയുന്നത് സുവിശേഷത്തെ എതിർക്കുന്നവരല്ല, സുവിശേഷത്തെ വിശ്വസിക്കാത്തവരുമല്ല. ഈ ക്രൂശിനെ നിരാകരിക്കുന്ന, ക്രൂശിലെ തേജസ്സിനെ മറച്ചു കളയുന്ന, ഈ ഭൂമിയിലുള്ളത് ചിന്തിപ്പിച്ച് ജനത്തെ ഭൂമിയിലുള്ളതിന് വേണ്ടി പിടിച്ചു നിർത്തുന്ന, നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെപ്പറ്റി വിചാരപ്പെടരുത്, നാളത്തെ പറ്റി വിചാരപ്പെടുന്നതൊക്കെ ലോകമനുഷ്യരാണ്, നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങളുടെ പൗരത്വം ഇവിടെയല്ല, നിങ്ങൾ സ്വർഗത്തിലുള്ളവരാണ്, നിങ്ങൾ സ്വർഗീയന്മാരാണ്, അതുകൊണ്ട് നിങ്ങളുടെ പിതാവ് സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചും ആ നീതിയെക്കുറിച്ചും മാത്രം ചിന്തിക്കുക എന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ അതിന് നേരെ വിരുദ്ധമായിട്ട് ഈ ജനത്തെ ഒരുക്കുന്ന ഏതാണ്ട് 99% എന്ന് ഞാൻ പറയുന്നു, ആ 99% വരുന്ന ഉപദേശിമാരും അതോടൊപ്പം തന്നെ 100% എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. കാരണം ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല, ഒരു പ്രവാചകരെ പോലും കണ്ടിട്ടില്ല. 100% വരുന്ന കേരളത്തിലെ പ്രവാചകന്മാരും തന്നെയാണ് ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് വേണം പൗലോസിൻ്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ. പൗലോസ് പറയുന്നു, ലാഭമായത് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലെത്തുമ്പോൾ ലാഭമായതിനെയൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുക. എനിക്ക് ലാഭം പറയാൻ ഒരുപാടുണ്ട്, ഒത്തിരി മേന്മ പറയാനുണ്ട്. ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ചവനാണ്, റോമാ പൗരത്വമുള്ളവനാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല, അതൊന്നും ഞാൻ അതൊക്കെ ഞാൻ ചവറന്നെണ്ണുകയാണ്. ഇവിടെ വേദപുസ്തകം എടുത്ത് വായിച്ച് പഠിച്ച് പ്രസംഗിച്ച് ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ 1 വർഷമോ 2 വർഷമോ വേണ്ട 6 മാസമോ അല്ല 3 മാസമോ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് ആരെങ്കിലും ഒരാൾ പാസ്റ്റർ എന്ന അബദ്ധത്തിലെങ്ങാനും ഒന്ന് വിളിച്ചു പോയാൽ പിന്നെ ആ വ്യക്തി തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വിശേഷിപ്പിക്കുന്നത് പാസ്റ്റർ സ്വാൻസുവാണ് ഞാൻ. ഇനി പാസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കാതെ സഹോദരാന്നെങ്ങാനും അദ്ദേഹത്തെ വിളിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ മുഖം പാടുന്നത് കാണാം. അപ്പോൾ പാസ്റ്റർ എന്ന വാക്ക് അദ്ദേഹത്തിന് ലാഭമാണ്. ഇനി അതിനേക്കാൾ ഇച്ചിരൂടെ മൂത്ത് കഴിഞ്ഞാൽ റവറണ്ട്, മോസ്റ്റ് റവറണ്ട്, ബിഷപ്പ് എന്നൊക്കെയുള്ള പേരുകളാണ് ഇവർക്ക് ലാഭകരമായി അവർ കണക്കാക്കുന്നത്. അങ്ങനെ ലാഭക്കണക്കുകൾ എടുക്കാനാണെങ്കിൽ പേരിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ പൗലോസ് പറയുക, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലെത്തിയപ്പോൾ അതെല്ലാം ഞാൻ ചവറന്നെണ്ണി. എന്നിട്ട് ആ ഭാഗമെല്ലാം പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇന്നും അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുകയാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുകയാണ്. അവരുടെ ചിന്ത ഈ ഭൂമിയിലുള്ളതാണ്, അവർ ഭൂമിക്കുള്ളത് ചിന്തിക്കുന്നു, അവരുടെ ദൈവം വയറ്, അവരുടെ അവസാനം നാശം, വാസ്തവത്തിൽ അവർ നശിക്കാനുള്ളവരാണ് എന്ന് വളരെ വ്യക്തമായി പറയാം. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമേ. ക്രൂശിൻ്റെ ശത്രുക്കളോടൊപ്പമാണോ നീ നടക്കുന്നത്? അല്ല, നീ തന്നെ ക്രൂശിൻ്റെ ശത്രുവായി തന്നെയാണോ ജീവിതം നയിക്കുന്നത്? ഒക്കെ ഒന്ന് പരിശോധിക്കുക. ഭൂമിക്കുള്ളതാണോ ചിന്തിക്കുന്നത്? ഈ ഭൂമിയിലുള്ള കാര്യത്തിലെ പ്രത്യാശയിലാണോ നീ ദൈവസന്നിധി വരുന്നത്? ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പം ഭൂമിയിലെ നേട്ടങ്ങളാണോ ഉയർത്തി കാണിച്ചു പറയുന്നത്? നീ രക്ഷയുടെ അനുഭവത്തിൽ വന്നതിൻ്റെ സാക്ഷ്യം പറയുന്നത് ഭൂമിയിൽ കിട്ടിയ നേട്ടങ്ങളുടെ കണക്ക് വെച്ചിട്ടാണോ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറായതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്നത്? ശരിയായിരിക്കാം, ഭൂമിയിലെ പല വിഷയങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടായിരിക്കാം യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി വന്നത്. പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ഉറയ്ക്കുവാനും, എൻ്റെ ജീവിതം ഞാൻ പറയാം, ഞാൻ ഈ ഭൂമിയിലെ ചില വിഷയങ്ങളുടെ മുമ്പിലാണ് യേശുക്രിസ്തു, എൻ്റെ മകൻ്റെ വിഷയത്തിലാണ്, ഞാൻ രോഗവിഷയത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പൂർണ്ണമായി അടുത്ത് വരുന്നത്. പക്ഷേ യേശുക്രിസ്തുവിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതൊന്നുമല്ല. ഞാൻ യേശുക്രിസ്തുവിൽ ഇന്ന് വിശ്വസിക്കുന്നത് എനിക്ക് രോഗസൗഖ്യം കിട്ടിയതിൻ്റെ പേരിലല്ല.
എൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിൻ്റെ പേരിലല്ല. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അവൻ പൂർണ്ണമായും ദൈവമാണെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഭൂമിയിലെ എൻ്റെ ആയുസ് താൽക്കാലികമാണ്. ഞാനിവിടെ എത്ര സൗഖ്യമുള്ളവനായി ജീവിച്ചാലും എത്ര സമ്പന്നനായി ജീവിച്ചാലും എൻ്റെ ഈ ആയുസ് ഇവിടെ ഒടുങ്ങും. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. നിലനിൽക്കുന്ന നിത്യമായതൊന്ന് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടവൻ. അതിലേക്ക് അവൻ എന്നെ യോഗ്യനാക്കി തീർക്കേണ്ടതിനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവ് എന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യങ്ങൾ ജനങ്ങളിൽ ഇല്ലാതെ വന്നാൽ ഈ ജനങ്ങൾ നാളെ ഇതിലും മെച്ചമായ ലാഭങ്ങൾ കാണുമ്പോൾ ഇട്ടിട്ട് ഓടിപ്പോകും. അല്ല, നല്ലൊരു ഭീഷണി കണ്ടാൽ അപ്പോഴേ താഴെ കളഞ്ഞ് ചോടും. അതുകൊണ്ട് ക്രൂശിൻ്റെ ശത്രുക്കളെന്ന് പറയുന്നത് വിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കാത്ത, ഉയരത്തിലെ ചിന്തകളിൽ ഉറപ്പിക്കാതെ ഭൂമിയിലെ ചിന്തകളിൽ തന്നെ തളച്ചിടുന്ന ആരൊക്കെയാണോ, ഏതൊക്കെ പ്രവാചകന്മാരാണോ, ഏതൊക്കെ പാസ്റ്റർമാരാണോ, ഏതൊക്കെ മോസ്റ്റ് റവറൻഡ് പാസ്റ്റർമാരാണോ, എല്ലാം ക്രൂശിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. കർത്താവ് സഹായിക്കട്ടെ.